നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് ശേഷം പിണറായി വിജയൻ വീണ്ടും പൊതുവേദികളിലേക്ക് എത്തുകയാണ്. കണ്ണൂരിൽ 2 പൊതുപരിപാടികളിലാണ് ഇന്ന് പിണറായി വിജയൻ പങ്കെടുക്കുന്നത്. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ ഇതുവരെ പരസ്യ പ്രതികരണം നടത്താത്ത പിണറായി ഇന്ന് മൗനം വെടിയുമോ എന്നതാണ് ആകാംക്ഷ. തോൽവി വിലയിരുത്താൻ ചേരുന്ന നേതൃയോഗങ്ങളിൽ പിണറായി വിജയനെതിരെയും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെയും രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. സിനോജ് തോമസ് ചേരുന്നു. സിനോജ്, ഒരു വശത്ത് വലിയ വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പിണറായി പൊതുപരിപാടികളിലേക്ക് നീങ്ങുകയാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ഇതുവരെയും ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. അതുണ്ടാകുമോ എന്നാണ്. റോഷ്നി ഷിഹാസ്, തീർച്ചയായിട്ടും അതായത് തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് 2 ആഴ്ച പിന്നിട്ടിരിക്കുന്നു. VD സതീശൻ സർക്കാർ അധികാരത്തിലെത്തിയിരിക്കുന്നു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് ഇതുവരെ ഈ പിണറായി വിജയൻ മാധ്യമങ്ങളെ കണ്ട് ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. അതായത് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഫേസ്ബുക്കിൽ വലിയൊരു കുറിപ്പ് പങ്കുവയ്ക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. VD സതീശ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അദ്ദേഹം ഇന്നലെ തിരുവനന്തപുരത്ത് പങ്കെടുത്തിരുന്നു. അതിനുശേഷം കണ്ണൂരിൽ വന്നിറങ്ങിയപ്പോൾ ഇടതുപക്ഷ പ്രവർത്തകർ വലിയ സ്വീകരണം അദ്ദേഹത്തിന് കണ്ണൂരിൽ നൽകിയിരുന്നു. പ്രതിപക്ഷ നേതാവ് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം നടക്കുന്ന ആദ്യ 2 പൊതുപരിപാടികൾ അദ്ദേഹത്തിന്റെ സ്വന്തം ജില്ലയായ കണ്ണൂരിലാണ് നടക്കുന്നത്. ശ്രീകണ്ഠാപുരത്ത് ഒരു ലോക്കൽ കമ്മിറ്റി ഓഫീസിന് ഉദ്ഘാടനമുണ്ട്. അതിനുശേഷം കല്ലാശ്ശേരിയിലാണ് നയനർ അനുസ്മരണ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് അദ്ദേഹം രാഷ്ട്രീയപരമായിട്ട് ഈ പരിപാടിയിൽ പ്രസംഗിക്കുമെന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അതിനിടയിലാണ് CPM-ന്റെ വിവിധ കമ്മിറ്റികൾ, ജില്ലാ തലത്തിലുള്ള സെക്രട്ടേറിയറ്റ് കമ്മിറ്റികളിലൊപ്പം തന്നെ ജില്ലാ കമ്മിറ്റിയിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നു വരുന്നുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെയും മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെതിരെയൊക്കെ തന്നെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് വീണ്ടും പ്രതിപക്ഷ നേതാവ് സ്ഥാനം നൽകിയതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നിരുന്നു. സ്വന്തം ജില്ലയെ കണ്ണൂരിൽ നിന്ന് വരെ വിമർശനം ഉയർന്നു. ആ ഘട്ടത്തിൽ എന്താണ് പിണറായി വിജയന് പറയാനുള്ളത്, അണികളോട് അദ്ദേഹം എന്ത് നേരിട്ട് പറയുമെന്നത് നിർണായകമാണ്. അത് രാഷ്ട്രീയ കേരളം കാത്തിരിക്കാൻ. എന്താണ് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം പിണറായി വിജയൻ പറയാൻ വേണ്ടി പോകുന്നത്? ഏത് തരത്തിൽ തെറ്റുതിരുത്തിയായിരിക്കും പാർട്ടി മുന്നോട്ട് പോവുക? എങ്ങനെയായിരിക്കും പ്രതിപക്ഷ സ്ഥാനത്ത് പിണറായി വിജയൻ ഇനിയുള്ള 5 വർഷം മുന്നോട്ട് പോവുക? തുടങ്ങിയ കാര്യങ്ങൾ ഒരു വ്യക്തത ഇന്ന് നടക്കുന്ന രാഷ്ട്രീയ പരിപാടികൾ ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നത്. റോഷ്നി, ശരി. സിനോജ് തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.